ഹലോ ടാരറ്റ് ലവേഴ്സ്, എല്ലാവർക്കും റോസ് ടാറോട്ട് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ റീഡിംഗ് എന്ന് പറയുന്നത് നിങ്ങളുമായുള്ള പ്രണയബന്ധം ഈ വ്യക്തി മുന്നോട്ട് കൊണ്ടുപോകാൻ തയ്യാറാണോ അല്ലയോ എന്നൊക്കെയാണ് ഇന്ന് ഈ റീഡിങ്ങിൽ നിന്ന് പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് കിടക്കാം. ഈ വ്യക്തിക്ക് നിങ്ങളായിട്ടുള്ള ഒരു ഇൻറ്റൻഷൻ എന്ന് പറയുന്നത് നിങ്ങളെ സ്വന്തമാക്കുക എന്നുള്ളത് മാത്രമാണ്. ഇപ്പോൾ ആദ്യമൊക്കെ നിങ്ങൾ തമ്മിൽ വളരെയധികം സംസാരിക്കുമായിരുന്നു, വളരെയധികം എൻജോയ്മെൻ്റായിട്ട് പോയിക്കൊണ്ടിരുന്ന ഒരു പാഷനേറ്റ് ലവാണ് നിങ്ങളുടേത്. അതായത് അങ്ങനെയാണ് പോയിക്കൊണ്ടിരുന്നത്. പക്ഷേ പെട്ടെന്നാണ് ഈ വ്യക്തിയുടെ ജീവിതത്തിൽ പല കാര്യങ്ങൾ വന്ന് മാറി മറിയുന്നതും അതോടൊപ്പം തന്നെ നിങ്ങളുമായിട്ടുള്ള സംസാരം പതിയെ കുറയുന്നതും ഒക്കെ. അപ്പോൾ ഈ വ്യക്തിയും കുറേ കാര്യങ്ങൾ കുറേ ചാലഞ്ചേഴ്സ് ഈ വ്യക്തി നേരിടുന്നുണ്ട്. അതായത് ഈ വ്യക്തിക്ക് മുന്നോട്ട് ജീവിക്കാനുള്ള കാര്യങ്ങളാണ് ഈ വ്യക്തി ഇപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അതായത് ഈ വ്യക്തിക്ക് മുന്നോട്ട് ജീവിക്കാൻ വേണ്ടത് എന്നൊക്കെയാണ് ഈ വ്യക്തി ഇപ്പോൾ ചിന്തിക്കുന്നത്. അങ്ങനെയുള്ള കാര്യങ്ങൾക്കാണ് ഈ വ്യക്തി ഇപ്പോൾ പ്രയോറിറ്റി കൊടുക്കുന്നത്. നിങ്ങൾ ഒരിക്കലും ഈ വ്യക്തിയെ വിട്ടു പോകില്ല എന്നുള്ള ഉറപ്പ് ഈ വ്യക്തിക്ക് ഉള്ളത് കൊണ്ട് മാത്രമാണ് നിങ്ങളിൽ നിന്നും ഇപ്പോൾ വിട്ടു പിരിഞ്ഞ് നിൽക്കുന്നത്. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ തമ്മിൽ ഒരു കോളിങ്ങോ അങ്ങനെയൊന്നും ഉണ്ടാവില്ലായിരിക്കാം. പക്ഷേ ഈ വ്യക്തിക്ക് അറിയാം നിങ്ങൾ ഒരിക്കലും ഈ വ്യക്തിയെ വിട്ടു പോകില്ല എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ ഒരു സ്ട്രക്ചർ ഇപ്പോൾ നോക്കുകയാണെങ്കിൽ പ്രത്യേകിച്ച് ഇപ്പോൾ ഒരു മുന്നോട്ട് പോകുന്നുണ്ട്, പക്ഷേ ഇല്ല അങ്ങനത്തെ ഉള്ള രീതിയിലാണ് ഇപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പിൻ പോയിക്കൊണ്ടിരിക്കുന്നത് തന്നെ. നിങ്ങൾക്ക് രണ്ടാൾക്കും ന്യൂ ബിഗിനിങ് കാണിക്കുന്നുണ്ട്. ഓക്കെ, ഇവിടെ കാർഡ്സ് പറയുന്നത് ചിലപ്പോൾ നിങ്ങൾക്കൊരു ജോലി കിട്ടുന്നതാവാം, അല്ലെങ്കിൽ ഈ വ്യക്തിക്ക് പുതിയൊരു ജോലി കിട്ടുന്നതാവാം. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ കാണിക്കുന്നുണ്ട്. പലതരത്തിലും നിങ്ങൾ വിഷമങ്ങൾ അനുഭവിക്കുന്നുണ്ട്, കുറേ പ്രശ്നങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ രണ്ടുപേരുടെയും ജീവിതത്തിലുണ്ട്. എന്നാൽ പോലും എന്തൊക്കെ പ്രശ്നങ്ങൾ ഈ വ്യക്തിയുടെ ജീവിതത്തിലായാലും നിങ്ങളുടെ ജീവിതത്തിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും നിങ്ങൾക്ക് രണ്ടാൾക്കും അങ്ങോട്ടും ഇങ്ങോട്ടും വിട്ടു പോകാനായിട്ട് സാധിക്കില്ല. ഓക്കെ, അപ്പോൾ ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കുറേ സാക്രിഫൈസ് ചെയ്യണം. ഓക്കെ, കുറച്ചും കൂടി നിങ്ങൾ വെയിറ്റ് ചെയ്യാനുണ്ട്. നിങ്ങൾ എല്ലാ കാര്യങ്ങളും വളരെ സിമ്പിളായിട്ട് നേടിക്കൊണ്ടിരുന്ന ആൾക്കാരായിരിക്കും. ഓക്കെ, നിങ്ങളായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണായിരിക്കാം. അപ്പോൾ അതിൽ കുറച്ച് ഇളവ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ കുറച്ചും കൂടി ആ ഒരു ബുദ്ധിമുട്ട് മനസ്സിലാക്കാനും കൂടി വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഒരു വെയിറ്റിംഗ് പീരീഡ് നിങ്ങൾക്കുള്ളത്. ഓക്കെ, ഇപ്പോൾ ഈ പേഴ്സണായിട്ട് ഇപ്പോൾ നിങ്ങൾ സംസാരിക്കുന്നുണ്ടാവില്ലായിരിക്കാം. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ഇപ്പം നിങ്ങൾ തമ്മിൽ ഒട്ടും ഇൻട്രാക്ഷനോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ലാവും. അപ്പോൾ ഇപ്പോൾ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്ത് വെക്കാനുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുക. അതായത് ഇപ്പോൾ ജോലിയാണെങ്കിൽ അത് ഇപ്പോൾ പ്രമോഷൻ നേടാനായിട്ട് എന്തെങ്കിലും ഓപ്പർച്യൂണിറ്റീസോ അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് വന്നിട്ടുണ്ടെങ്കിൽ അതിൽ കോൺസെൻട്രേറ്റ് ചെയ്യൂ എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. ഓക്കെ, നിങ്ങൾക്ക് നിങ്ങളുടേതായ ഒരു പവർ വേണം. ഓക്കെ, അതായത് ഇപ്പോൾ നിങ്ങൾക്ക് ജോലിയില്ല, തീർച്ചയായിട്ടും ഒരു ജോലി വാങ്ങൂ, അല്ലെങ്കിൽ പഠിക്കാനായിട്ട് ഇറങ്ങുകയാണ്, അതിൽ സക്സസ് ആയിട്ട് പഠിക്കൂ എന്നാണ് ഇപ്പോൾ യൂണിവേഴ്സ് ഇവിടെ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. പിന്നെ അതേപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഇമോഷണലി എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഈ വ്യക്തിക്കോ നിങ്ങൾക്കൊക്കെ ഉണ്ടെങ്കിൽ അത് നിങ്ങൾ തിരിഞ്ഞു നോക്കണം എന്ന് തന്നെയാണ് ഇവിടെ പറയുന്നത്. അതായത് അത് വിട്ട് കളയാതെ നിങ്ങളുടെ പ്രശ്നം സോൾവ് ചെയ്യാനായിട്ട് നിങ്ങൾ ശ്രമിക്കണം എന്ന് തന്നെയാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ നിങ്ങളുടെ കാര്യങ്ങൾ സോൾവ് ചെയ്യുന്നതോടുകൂടി നിങ്ങളുടെ ചില കാര്യങ്ങൾ നിങ്ങൾ സോൾവ് ചെയ്യാതെ ഇട്ടിരിക്കുന്ന കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെല്ലാം സോൾവ് ചെയ്യുക. ചിലപ്പോൾ ഇപ്പോൾ ഒരു ഇപ്പം എന്തെങ്കിലും സ്ഥലം കിട്ടാൻ അങ്ങനെയുള്ള കാര്യങ്ങൾ എന്തെങ്കിലും നിങ്ങൾക്ക് ചെയ്യാതെ ഇങ്ങനെ വെയിറ്റായിട്ട് കിടക്കുന്ന എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങളുടെ ഇതിലുണ്ടെങ്കിൽ ഓക്കെ, അപ്പോൾ അത് സോൾവ് ചെയ്യാനായിട്ടാണ് യൂണിവേഴ്സ് ഇവിടെ പറയുന്നത്. അത് നിങ്ങൾക്കൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഓക്കെ, നിങ്ങൾ ചെയ്യാതെ ഇട്ടിരിക്കുന്ന, അതായത് കുറ്റബോധമായിട്ട് നിൽക്കുന്ന എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് സോൾവ് ചെയ്യാനായിട്ട് ശ്രമിക്കുക എന്നാണ് ഇവിടെ യൂണിവേഴ്സ് ഇപ്പോൾ പറയുന്നത്. പിന്നെ അതേപോലെ തന്നെ നിങ്ങൾ വിഷമം ഇപ്പോൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു നല്ലൊരു കാര്യം സംഭവിക്കാൻ പോകുന്നതിൻ്റെ ഒരു തുടക്കമാണിത്. ഓക്കെ,
അപ്പോൾ നിങ്ങൾ ഇപ്പോൾ എന്തെങ്കിലും വിഷമം അനുഭവിക്കുന്നുണ്ടെങ്കിൽ, അതായത് ഈ പേഴ്സൺ കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങളായിരിക്കാം, ഫാമിലി പ്രോബ്ലംസ് ആയിരിക്കാം, ഓക്കെ. അപ്പം അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങളിപ്പോൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ പോലും അത് തീർച്ചയായിട്ടും മാറി മറിയുമെന്ന് തന്നെയാണ് പറയുന്നത്, ഓക്കെ. ഇപ്പോൾ എന്തെങ്കിലും നിങ്ങൾ ബുദ്ധിമുട്ടുകൾ കാര്യങ്ങളൊക്കെ അനുഭവിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനൊരവസാനം ഉണ്ടാകും എന്ന് തന്നെയാണ്. അത് അവസാനിക്കുന്നിടത്ത് നിങ്ങളുടെ കാര്യങ്ങളെല്ലാം ശരിയാകും. അതാണ് നമുക്കിവിടെ ന്യൂ ബിഗിനിങ് കാർഡ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്, ഓക്കെ. പിന്നെ അതേപോലെ തന്നെ ഈ പേഴ്സൺ നിങ്ങൾക്ക് വേണ്ടി എന്ത് വേണമെങ്കിലും ചെയ്യും, ഓക്കെ. ഈ പേഴ്സൺ ഒരിക്കലും നിങ്ങളെ വിട്ടു പോകാനായിട്ട് ഇവിടെ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ്. ഇപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പ് ഇപ്പോൾ ഇങ്ങനെ സ്റ്റക്കായിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ പോലും ഈ പേഴ്സൻ്റെ കാര്യങ്ങളെല്ലാം ശരിയായി കൃത്യമായി എനിക്ക് അതായത് മുന്നോട്ട് ജീവിക്കാനുള്ളതെല്ലാം ഈ പേഴ്സന് തൃപ്തികരമായിട്ട് ശരിയായി എന്ന് തോന്നുമ്പോൾ മാത്രമാണ് നിങ്ങളിലേക്ക് ഈ പേഴ്സൺ ഇനി തിരിച്ചു വരാനായിട്ട് പോകുന്നത്. അപ്പോൾ നിങ്ങൾ അതിൻ്റെ ഇടയിൽ കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റാത്തതായിട്ടുണ്ടാവും, ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളുണ്ടാവാം, ഓക്കെ. അപ്പോൾ നിങ്ങളുടെ നിങ്ങൾക്ക് നിങ്ങളെ ശരിയാക്കാനുള്ള ഒരു ടൈമാണിത്, ഓക്കെ. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ചാലഞ്ചേഴ്സ്, ഒബ്സ്റ്റക്കിൾസ് എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് മുന്നിലുണ്ടാവാം. പക്ഷേ അതൊക്കെ തരണം ചെയ്യാനാണ് ഇവിടെ യൂണിവേഴ്സ് ഇപ്പോൾ നിങ്ങളോട് പറയുന്നത്. പിന്നെ അതേപോലെ തന്നെ എന്തെങ്കിലും നിങ്ങളുടെ മേൽ ഇപ്പം ആരെങ്കിലും ഇങ്ങനെ എന്താ പറയുക, നീ അത് ചെയ്യണം, നീ ഇത് ചെയ്യണം, അങ്ങനെ പറയുന്ന ആൾക്കാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരിൽ നിന്ന് മാറി നിൽക്കാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടമുള്ള കാര്യങ്ങൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ചെയ്യാനായിട്ട് ഇപ്പോൾ ശ്രമിക്കുക എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്, ഓക്കെ. അങ്ങനെയാണ് ഇവിടെ കാർഡ്സ് പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ പ്രശ്നം എന്താണ് എന്നുള്ളത് നിങ്ങൾ റെക്കഗ്നൈസ് ചെയ്യണം, അത് സോൾവ് ചെയ്യാനായിട്ട് നിങ്ങൾ ശ്രമിക്കണം എന്ന് തന്നെയാണ് ഇവിടെ കാർഡ്സ് പറയുന്നത്. ഈ പേഴ്സൻ്റെ കാര്യം നോക്കുകയാണെങ്കിലും ഈ സെയിം അവസ്ഥയൊക്കെ തന്നെയാണ്. വീട്ടുകാരുടെ കുറേ പ്രഷർ ഈ പേഴ്സൺ ഉണ്ട്. പിന്നെ അതേപോലെ തന്നെ നിങ്ങളെ ഈ പേഴ്സൻ്റെ വീട്ടിലോട്ട് കൊണ്ടുവന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളവിടെ കംഫർട്ടബിൾ ആവണം എന്ന് തന്നെയാണ് ഈ വ്യക്തിയുടെ ആഗ്രഹവും. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് ഈ വ്യക്തി ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്, ഓക്കെ. അപ്പോൾ നിങ്ങൾ ഒരിക്കലും വിചാരിക്കരുത് ഈ പേഴ്സൺ നിങ്ങളെ ഇഷ്ടമല്ല എന്നുള്ളത്. തീർച്ചയായിട്ടും നിങ്ങളെ ജീവന് തുല്യമായി തന്നെയാണ് ഈ പേഴ്സൺ നിങ്ങളെ സ്നേഹിക്കുന്നത്, ഓക്കെ. ഇപ്പോൾ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും ഇപ്പോൾ ഭാവിയിലായാലും നിങ്ങൾ തമ്മിൽ വീണ്ടും ഒന്നിക്കും എന്ന് തന്നെയാണ് ഇവിടെ കാർഡ്സ് പറയുന്നത്, ഓക്കെ. അപ്പോൾ പോസിറ്റീവായിട്ടിരിക്കാം, പ്രതീക്ഷകൾ കൈവിടാതിരിക്കുക. ഞാനൊട്ടും ലക്കിയല്ല എന്നൊന്നും വിചാരിക്കരുത്. നിങ്ങൾ തീർച്ചയായിട്ടും ലക്കി തന്നെയാണ്. അപ്പോൾ ഈ പേഴ്സന് വേണ്ടിയിട്ടും പ്രാർത്ഥിക്കുക. നിങ്ങളുടെ കാര്യങ്ങൾ കറക്റ്റാവാൻ വേണ്ടിയിട്ടും നിങ്ങൾ പ്രാർത്ഥിക്കണം, ഓക്കെ. അപ്പോൾ ഇത്രയുമുള്ള റീഡിംഗ്. താങ്ക് യു.